ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ടിമ്പർ എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ടിമ്പർ എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ്. ഈ ഒരു ക്ലാസ്സോട് കൂടി ടിമ്പർ എന്ന ചാപ്റ്റർ തീരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് ക്ലാസിഫിക്കേഷൻ, ടിമ്പറിലെ കുറച്ച് ക്ലാസിഫിക്കേഷൻ കൂടെ നമുക്ക് നോക്കാനുണ്ട്, അത് നോക്കാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റൻസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ ബേസ്ഡ് ഓൺ ഫയർ റെസിസ്റ്റൻസ്. ഫയർ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് റിഫ്രാക്ടറി ടിമ്പർ എന്ന് നോൺ റിഫ്രാക്ടറി ടിമ്പർ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റിഫ്രാക്ടറി ടിമ്പർ, നോൺ റിഫ്രാക്ടറി ടിമ്പർ. ഇതിൽ റിഫ്രാക്ടറി ടിമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഫയറിനെ അത് ഈസിലി അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യത്തില്ല. ഡു നോട്ട് ക്യാച്ച് ദ ഫയർ ഈസിലി. ഫയറിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യത്തില്ല. ആ ഒരു കാറ്റഗറിയാണ് റിഫ്രാക്ടറി ടിമ്പർ. അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് ടീക്ക്, മഹാഗണി, സാൽ. ടീക്ക്, മഹാഗണി, സാലൊക്കെയാണ് അതിന് റിഫ്രാക്ടറി ടിമ്പറിന് എക്സാമ്പിൾ. ദെൻ നോൺ റിഫ്രാക്ടറി ടിമ്പർ എന്ന് പറഞ്ഞാൽ അത് ഫയറിനെ ഈസിലി ക്യാച്ച് ചെയ്യും. ടിമ്പർ വിച്ച് ക്യാച്ചസ് ദ ഫയർ ഈസിലി. ഫയറിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ടിമ്പറിനെയാണ് നോൺ റിഫ്രാക്ടറി ടിമ്പർ എന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ചിർ, ഫിർ. ചിർ, ഫിർ അതൊക്കെ നോൺ റിഫ്രാക്ടറി ടിമ്പറിന് എക്സാമ്പിളാണ്. ദെൻ അടുത്തത് ബേസ്ഡ് ഓൺ സീസണിങ്. സീസണിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ഹൈ റിഫ്രാക്ടറി ടിമ്പർ. ബേസ്ഡ് ഓൺ സീസണിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഹൈലി റിഫ്രാക്ടറി ടിമ്പർ. ഈ ഹൈലി റിഫ്രാക്ടറി ടിമ്പർ എന്ന് പറയുമ്പോൾ അതിൽ ഡാമേജിനുള്ള ചാൻസ് കൂടുതലാണ്. സിവിയർ ഡാമേജിനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇത് ഡിഫിക്കൽട്ട് ടു സീസണിങ് ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. അതിനൊരു എക്സാമ്പിളാണ് സാൽ. സാല് ഒരു ഹൈലി റിഫ്രാക്ടറി ടിമ്പറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഹൈലി റിഫ്രാക്ടറി ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിയർ ഡാമേജ് ചാൻസസ്, അതായത് നല്ല ഡാമേജിന് ചാൻസ് ഉണ്ട്. ദെൻ ഇത് സീസണിങ് ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. അതിന് എക്സാമ്പിളാണ് സാൽ. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് മോഡറേറ്റ്ലി റിഫ്രാക്ടറി ടിമ്പർ. ആദ്യത്തത് ഹൈലി റിഫ്രാക്ടറി ടിമ്പർ, ദെൻ മോഡറേറ്റ്ലി റിഫ്രാക്ടറി ടിമ്പർ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ വരുന്ന ടിമ്പർ സ്പ്ലിറ്റ് ആവാനും ക്രാക്കിനും ചാൻസ് ഉണ്ട്. സ്പ്ലിറ്റ് ആവാനുള്ള ടെൻഡൻസിയും ക്രാക്ക് വരാനുള്ള ടെൻഡൻസിയൊക്കെ കാണിക്കും. അതിന് എക്സാമ്പിളാണ് മാംഗോ, ടീക്ക്, റോസ് വുഡ്. ഇതൊക്കെ മോഡറേറ്റ്ലി റിഫ്രാക്ടറി ടിമ്പറിന് എക്സാമ്പിളാണ്. ദെൻ ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് നോൺ റിഫ്രാക്ടറി ടിമ്പർ. നോൺ റിഫ്രാക്ടറി ടിമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കത് വേറൊരു വിത്തൗട്ട് എനി ട്രബിൾ, ഒരു ട്രബിളൊന്നും കൂടാതെ നമുക്കത് റാപ്പിഡായിട്ട് സീസണിങ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ടിമ്പറിനെയാണ് നോൺ റിഫ്രാക്ടറി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഡിയോഡർ. ഡിയോഡർ എന്ന് പറയുന്നത് നോൺ റിഫ്രാക്ടറി ടിമ്പറാണ്. അപ്പോൾ ആദ്യത്തത് ഏതാണ്? ആദ്യത്തത് ഹൈലി റിഫ്രാക്ടറി ടിമ്പറായിരുന്നു. ഹൈലി റിഫ്രാക്ടറി ടിമ്പർ എന്ന് പറഞ്ഞാൽ ഡാമേജിൻ്റെ ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്, നമുക്കത് സീസണിങ് ചെയ്യാനും ഡിഫിക്കൾട്ടാണ്. ദെൻ മോഡറേറ്റ്ലി റിഫ്രാക്ടറി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ആവാനും ക്രാക്ക് ആവാനും ഒക്കെ സാധ്യത കൂടുതലാണ്. ദെൻ അടുത്ത നോൺ റിഫ്രാക്ടറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോഡറേറ്റ്ലി റിഫ്രാക്ടറി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിനും ക്രാക്കിനുമുള്ള ടെൻഡൻസിയൊക്കെ കൂടുതലാണ്. ദെൻ നോൺ റിഫ്രാക്ടറി വരുമ്പോൾ അതിന് വേറൊരു ട്രബിളൊന്നും വരാതെ നമുക്ക് പെട്ടെന്ന് സീസണിങ് ചെയ്യാൻ പറ്റുന്ന ടിമ്പേഴ്സിനെയാണ് നോൺ റിഫ്രാക്ടറി ടിമ്പർ എന്ന് പറയുന്നത്. ദെൻ ഫയർ റെസിസ്റ്റൻസ് ഓഫ് ടിമ്പർ. ഒരു ടിമ്പറിൻ്റെ ഫയർ റെസിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് കെമിക്കൽസ് ആഡ് ചെയ്യും. അതിനുപയോഗിക്കുന്ന കെമിക്കൽസാണ് സോഡിയം ആർസനേറ്റ്, ബൊറാക്സ് സൊല്യൂഷൻ, അമോണിയം സൾഫേറ്റ്. ഫയർ റെസിസ്റ്റൻസ് ഓഫ് ടിമ്പറിലുള്ള അതിന് വേണ്ടിയുള്ള കെമിക്കൽസാണ് സോഡിയം ആർസനേറ്റ്, ബൊറാക്സ് സൊല്യൂഷൻ, അമോണിയം സൾഫേറ്റ്. ഇനി ഈ ഒരു പ്രോസസ്സിനാണ്, ടിമ്പറിനെ ഫയർ റെസിസ്റ്റൻസ് ആക്കുന്ന ഒരു പ്രോസസ്സിനാണ് സർ ഏബൽസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ടിമ്പറിനെ ഫയർ റെസിസ്റ്റൻസ് ആക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് എന്താണെന്ന് പറയുന്നത്? സർ ഏബൽസ് പ്രോസസ്സ്. സർ ഏബൽസ് പ്രോസസ്സ്. ദെൻ അടുത്തൊരു ടേമാണ് ഗ്രിത്ത് ഓഫ് ട്രീ. ഏതാണ് ഗ്രിത്ത് ഓഫ് ട്രീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെഷേഴ്സ് അറ്റ് എ ഹൈറ്റ് ഓഫ് 1 മീറ്റർ എബോവ് ദ ഗ്രൗണ്ട് ലെവൽ. ഗ്രിത്ത് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 മീറ്റർ എബോവ് ആയിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഇത് ട്രീയിലാണ് മെഷർ ചെയ്യുന്നത്. ഇത് മെഷർ ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിന്ന് 1 മീറ്റർ എബോവിലായിട്ടാണ് ഈ ഗ്രിത്ത് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത്. അത്രയാണ് അവിടെ നോക്കാനുള്ളത്. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു മെയിൻ ടോപ്പിക് എന്താ? മാർക്കറ്റ് ഫോം ഓഫ് ടിമ്പർ. എന്താണ് മാർക്കറ്റ് ഫോം ഓഫ് ടിമ്പർ? അതിൽ ആദ്യത്തേതാണ് ലോഗ്. ലോഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ബ്രാഞ്ചസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ട്രീയുടെ ട്രങ്ക് എന്ന ഭാഗമില്ലേ, ബ്രാഞ്ചസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ട്രീയുടെ ആ ഒരു ട്രങ്ക് എന്ന പോർഷനെയാണ് ലോഗ് എന്ന് പറയുന്നത്. ബ്രാഞ്ചസ് ഒക്കെ റിമൂവ് ചെയ്ത ട്രീയുടെ ട്രങ്ക് എന്ന പോർഷനെയാണ് ലോഗ് എന്ന് പറയുന്നതും. ദെൻ അടുത്ത പോൾസ് എന്ന് പറഞ്ഞാൽ ഈ ലോഗ് തന്നെയാണ്, പക്ഷേ ഈ ലോഗിനെക്കാളും കുറച്ചുകൂടെ ലെങ്ത് കാണും. അപ്പോൾ പോൾസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടിയ ലോഗിനെയാണ് പോൾസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പോൾസിൻ്റെ ഡയമീറ്റർ ഷുഡ് നോട്ട് എക്സീഡ്
200 mm. Okay, diameter should not exceed 200 mm. Okay, 200 mm should not exceed 200 mm. അതാണ് പോൾസ്. അപ്പോൾ ലോഗ് എന്ന് പറഞ്ഞുള്ള ബ്രാഞ്ചസ് ഒക്കെ റിമൂവ് ചെയ്ത ട്രങ്ക് എന്ന പോർഷനെയാണ് ലോഗിന് നീളം കൂടിയതിന് പോൾസ് എന്ന് പറയുന്നത്. എന്നാൽ പോൾസിൽ ഡയമീറ്റർ നോട്ട് എക്സീഡിങ് 200 mm. ഓക്കെ, ദെൻ അടുത്ത് നോക്കാനുള്ളതാണ് ബാറ്റൺ. ഓക്കെ, ബാറ്റൺ എന്ന് പറഞ്ഞാൽ തിക്നെസ് ലെസ് ദാൻ 50 mm. ഓക്കെ, ബാറ്റൺസിൻ്റെ തിക്നെസ് വിഡ്ത്താണ് നമുക്കവിടെ പഠിക്കേണ്ടത്. തിക്നെസ് ലെസ് ദാൻ 50 mm. ഓക്കെ, തിക്നെസ് ലെസ് ദാൻ 50 mm. അതേപോലെ വിഡ്ത്ത് ലെസ് ദാൻ 50 mm. ഓക്കെ, വിഡ്ത്തും തിക്നെസ്സും ലെസ് ദാൻ 50 mm വരുന്നതിനെയാണുള്ള ബാറ്റൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നമുക്ക് തിക്നെസ്സും വിഡ്ത്തുമാണ് പഠിക്കാനുള്ളത്. ബാറ്റൺസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 50 mm, വിഡ്ത്തും ലെസ് ദാൻ 50 mm. ഓക്കെ, ദെൻ അടുത്ത ഒന്നാണ് പ്ലാങ്ക്. ഓക്കെ, പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ് ലെസ് ദാൻ 50 mm തന്നെയാണ്. ഓക്കെ, തിക്നെസ് ലെസ് ദാൻ 50 mm തന്നെയാണ്. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 50 mm. ഓക്കെ, ഗ്രേറ്റർ ദാൻ 50 mm. അപ്പോൾ പ്ലാങ്കിൻ്റെ തിക്നെസ് വരുന്നത് ലെസ് ദാൻ 50 mm ആണ്. വിഡ്ത്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 50 mm. ഓക്കെ, ഗ്രേറ്റർ ദാൻ 50 mm. ഇതിന് അടുത്ത് നോക്കാനുള്ളതാണ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് തിക്നെസ്സും വിഡ്ത്ത് മാത്രമേ നോക്കാനുള്ളൂ കേട്ടോ. ബോർഡ് എന്ന് പറഞ്ഞാൽ അതിന് തിക്നെസ് വരുന്നത് ലെസ് ദാൻ 50 mm. തിക്നെസ് ലെസ് ദാൻ 50 mm. വിഡ്ത്ത് വന്നിട്ട് ഗ്രേറ്റർ ദാൻ 150 mm. ഓക്കെ, വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 150 mm. ഓക്കെ, അപ്പോൾ ബോർഡിൻ്റെ തിക്നെസ് വരുന്നത് ലെസ് ദാൻ 50 mm തന്നെയാണ്. വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 150 mm. ഇത് നിങ്ങൾ പഠിക്കാനായിട്ട് ആദ്യം ഈ ലോഗ് പോൾസ് അത് പഠിക്കുക, ദെൻ പ്ലാങ്ക് പഠിക്കുക. ആദ്യം ലോഗ് പോൾസ് പഠിക്കുക, ദെൻ ബാറ്റണും പ്ലാങ്കും ബോർഡും ഒരുമിച്ച് പഠിക്കുക. ബാറ്റൺസിൻ്റെയും പ്ലാങ്കിൻ്റെയും ബോർഡിൻ്റെയും തിക്നെസ് എല്ലാം സെയിം ആണ്. ഓക്കെ, തിക്നെസ് ലെസ് ദാൻ 50 mm തന്നെയാണ്. പക്ഷേ ബാറ്റൻ്റെ വിഡ്ത്തും ലെസ് ദാൻ 50 തന്നെയാണ്. പക്ഷേ പ്ലാങ്കിലോട്ട് വരുമ്പോൾ വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 50 ആകും, ബോർഡാകുമ്പോൾ വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 150 ആകും. ഓക്കെ, അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് പഠിക്കുക. ദെൻ അടുത്ത് നോക്കേണ്ടതാണ് ഡീൽ. ഓക്കെ, ഡീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ് 50 to 100 mm. ഓക്കെ, തിക്നെസ് 50 to 100 mm. തിക്നെസ് 50 to 100 mm. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഡീലിൻ്റെ വിഡ്ത്ത് വരുന്നത് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 230 mm. ഓക്കെ, നോട്ട് ഗ്രേറ്റർ ദാൻ 230 mm. ഓക്കെ, നോട്ട് ഗ്രേറ്റർ ദാൻ 230 mm ആണ് ഡീലിൻ്റെ വിഡ്ത്ത്. ഓക്കെ, ഡീലിൻ്റെ തിക്നെസ് വരുന്നതാണ് 50 to 100 mm. വിഡ്ത്ത് നോട്ട് ഗ്രേറ്റർ ദാൻ 230 mm. ഓക്കെ, 230 mm. ഓക്കെ, ദെൻ അടുത്തതാണ് സ്കാൻലിംഗ് എന്ന് പറഞ്ഞാൽ തിക്നെസ് വരുന്നത്. ഓക്കെ, സ്കാൻലിങ്ങിൻ്റെ തിക്നെസ്സും വിഡ്ത്തും. ഓക്കെ, തിക്നെസ് ആൻഡ് വിഡ്ത്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 50 mm ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 50 mm. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് പഠിക്കണം. ലെങ്ത് വരുന്നത് ലെസ് ദാൻ 200 mm. ഓക്കെ, ലെസ് ദാൻ 200 mm ആണ് സ്കാൻലിങ്ങിൻ്റെ ലെങ്ത് വരുന്നത്. ഓക്കെ, അടുത്തത് ബോൾക്ക്. ഈ ബോൾക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ്സും വിഡ്ത്തും എത്രയാണ്? തിക്നെസ് ആൻഡ് വിഡ്ത്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 50 mm ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 50 mm ആണ്. ദെൻ അതിൻ്റെ ലെങ്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 200 mm ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 200 mm. സ്കാറ്റ്ലിങ്ങിൻ്റെ തിക്നെസ്സും വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 50 ആണ്, പക്ഷേ അതിൽ ലെങ്ത് ലെസ് ദാൻ 200 mm ആയിരുന്നു. ബോൾക്കിലോട്ട് വരുമ്പോഴത്തേക്കും തിക്നെസ്സും വിഡ്ത്തും ഗ്രേറ്റർ ദാൻ 50 mm തന്നെയാണ്, പക്ഷേ ലെങ്ത് ഗ്രേറ്റർ ദാൻ 200 mm. ഓക്കെ, ദെൻ അടുത്തതാണ് ക്വാർട്ടറിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് മാത്രമേ നോക്കാനുള്ളൂ. ലെങ്ത് എന്ന് പറഞ്ഞാൽ 50 to 150 mm ആയിരിക്കും. ഓക്കെ, ലെങ്ത് വരുന്നത് 50 to 150 mm ആയിരിക്കും. അത് ഏകദേശമൊക്കെ ഒരു സ്ക്വയർ പീസ് പോലെ ആയിരിക്കും, സ്ക്വയർ ടിമ്പർ പീസ് പോലെ ആയിരിക്കും. ഓക്കെ, ക്വാർട്ടറിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് വരുന്നത് 50 മുതൽ 150 mm വരെയാണ്. ഓക്കെ, ഇതിന് അടുത്തതാണ് എൻഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ പഠിച്ചില്ലേ ഷോർട്ട് ബാറ്റൺ, ഡീൽ, സ്കാൻലിംഗ്, അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതിൻ്റെ ഷോർട്ട് പീസസിനെയാണ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് പീസസ് ഓഫ് ബാറ്റൺസ്, സ്കാൻലിംഗ്, ഡീല്, ഇതിൻ്റെയൊക്കെ ഷോർട്ട് പീസസിനെയാണ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. മാർക്കറ്റ് ഫോംസ് ഓഫ് ടിമ്പർ. ആദ്യത്തേത് ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീയുടെ ബ്രാഞ്ചസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ആ ട്രങ്ക് എന്ന പോർഷനെയാണ് ലോഗ് എന്ന് പറയുന്നത്. ഇനി ലോഗിന് കുറച്ചുകൂടി നീളം കൂടിയ ലോഗാണെങ്കിൽ അതിനെ പോൾസ് എന്ന് പറയുന്നു. പോൾസിൻ്റെ ഡയമീറ്റർ നോട്ട് എക്സീഡ് 200 mm. ഓക്കെ, പോൾസിൻ്റെ ഡയമീറ്റർ എത്രയാണ്?
നോട്ട് എക്സീഡ് 200 mm, നോട്ട് എക്സീഡ് 200 mm. ദെൻ അടുത്ത് നോക്കാനുള്ളതാണ് ബാറ്റൺസ് എന്ന് പറഞ്ഞാൽ തിക്നെസ്സും വിഡ്ത്തും ലെസ് ദാൻ 50 mm ആയിരിക്കും. ഓക്കെ, ബാറ്റൺസിൻ്റെ തിക്നെസ്സും വിഡ്ത്തും ലെസ് ദാൻ 50 mm ആയിരിക്കും. ദെൻ അടുത്ത് പ്ലാങ്കിൻ്റെ തിക്നെസ് വരുന്നത് ലെസ് ദാൻ 50 mm ആയിരിക്കും. വിഡ്ത്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ 50 mm ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ബോർഡിൻ്റെ തിക്നെസ് ലെസ് ദാൻ 50 mm ആയിരിക്കും. വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 150 mm ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ഡിയിൽ തിക്നെസ് 50 മുതൽ 100 mm വരെ ആയിരിക്കും. എന്നാൽ വിഡ്ത്ത് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 230 mm, 230 mm. ഓക്കെ, ദെൻ അടുത്ത സ്കാനിങ് എന്ന് പറഞ്ഞാൽ തിക്നെസ്സും വിഡ്ത്തും ഗ്രേറ്റർ ദാൻ 50 mm ആയിരിക്കും. എന്നാൽ ലെങ്ത് ലെസ് ദാൻ 200 mm. ഓക്കെ, അടുത്ത ബോൾക്ക് എന്ന് പറഞ്ഞാൽ തിക്നെസ്സും വിഡ്ത്തും ഗ്രേറ്റർ ദാൻ 50 mm ആയിരിക്കും. ലെങ്ത് ഗ്രേറ്റർ ദാൻ 200 mm ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ അടുത്ത് ക്വാർട്ടറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്വയർ പീസ് ഓഫ് ടിമ്പർ ആയിരിക്കും. അതിൻ്റെ ലെങ്ത് വരുന്നത് 50 മുതൽ 150 mm ആയിരിക്കും. ഓക്കെ, ദെൻ എൻഡെന്ന് പറഞ്ഞാൽ ഷോർട്ട് പീസസ് ഓഫ് ബാറ്റൺ, ഡീല്, സ്കാനിങ് ഇതിൻ്റെയൊക്കെ ഷോർട്ട് പീസസിനെയാണ് എൻഡെന്ന് പറയുന്നത്. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇൻഡസ്ട്രിയൽ ഫോം ഓഫ് ടിമ്പർ. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഫോംസ് ഓഫ് ടിമ്പർ എന്ന പോർഷനാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യത്തേതാണ് വിനിയർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. വിനിയർ എന്ന് പറഞ്ഞാൽ തിൻ സ്ലൈസ് ഓഫ് വുഡാണ്. ഓക്കെ, തിൻ സ്ലൈസ് ഓഫ് വുഡാണ്. ഓക്കെ, തിൻ സ്ലൈസ് ഓഫ് വുഡ്. തിൻ സ്ലൈസ് ഓഫ് വുഡിനെയാണ് വിനിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 0.42. ഓക്കെ, 0.426 mm. ഓക്കെ, വിനിയറിൻ്റെ തിക്നെസ് വരുന്നത് 0.426 mm ആണ് ഈ വിനിയറിൻ്റെ തിക്നെസ് വരുന്നത്. ഓക്കെ, ആ 2 പോയിന്റ് പഠിക്കാനുള്ളൂ. ഓക്കെ, വിനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? തിൻ സ്ലൈസ് ഓഫ് വുഡാണ്. ഇത് നല്ല സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളതായിരിക്കും കേട്ടോ. തിൻ സ്ലൈസ് അല്ലെങ്കിൽ ഷീറ്റിനെയാണ് വിനിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ തിക്നെസ് ആണ് ഇമ്പോർട്ടൻ്റ്. തിക്നെസ് വരുന്നത് എത്രയാണ്? 0.426 mm. ഓക്കെ, ദെൻ അടുത്തതാണ് പ്ലൈവുഡ്. ഈ പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ 3 അതിലധികമോ ഈ വിനീഴ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ച് നിർമ്മിക്കുന്നതാണ് പ്ലൈവുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അറേഞ്ച് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് അത് വൺ എബോവ് ദ അതർ അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത്. അതായത് ഇതിൻ്റെ ഗ്രെയിൻസ് എക്സാമ്പിൾ കാണിച്ചാൽ ഒരു പീസ് വയ്ക്കുമല്ലോ, നമ്മൾ ഫസ്റ്റ് വയ്ക്കുന്ന പീസിൻ്റെ ഗ്രെയിൻസ് ഈ ഡയറക്ഷൻ ആണെങ്കിൽ അതിൻ്റെ പുറത്ത് വയ്ക്കുന്ന അടുത്ത വിനിയറിൻ്റെ ഗ്രെയിൻസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒൺ എബോവ് ദ അതർ പെർപെൻഡിക്കുലർ ഗ്രെയിൻസ് ഡയറക്ഷനിലായിരിക്കും ഒൺ എബോവ് ദ അതർ ആയിട്ട് ഇങ്ങനെ വെച്ച് പോകുന്നത്. സോ ഇങ്ങനെ വയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് എല്ലാ ഡയറക്ഷനും സെയിം ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ പ്ലൈവുഡിൻ്റെ എല്ലാ ഡയറക്ഷനും അതിൻ്റെ സ്ട്രെങ്ത് സെയിം ആയിരിക്കും. അത് ഈ ഗ്രെയിൻസ് ഇങ്ങനെ ഈ ഒരു തരത്തിൽ അങ്ങനെ നിർമ്മിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഗ്രെയിൻസ് ആ ഒരു തരത്തിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒൺ എബോവ് ദ അതർ ആ ഒരു തരത്തിൽ അടുക്കി അങ്ങനെ നിർമ്മിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ ഡയറക്ഷനും സ്ട്രെങ്ത് ഒരേപോലെ കിട്ടുന്നത്. ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സീലിംഗ്, പാർട്ടീഷൻ, ഡോർ ഇവിടെയൊക്കെയാണ് നമുക്ക് പ്ലൈവുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇംബ്രഗ് ടിമ്പറും കോംബ്രഗ് ടിമ്പറും. ഓക്കെ, ഇംബ്രഗ് ടിമ്പറും കോംബ്രഗ് ടിമ്പറും എന്ന് പറഞ്ഞാൽ ഈ ടിമ്പർ പീസസിനെ ഒരു ഫിനോർ ഫോർമാൽഡിഹൈഡ് റെസിനിൽ ഇമേഴ്സ് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഏതിലാണ്? ഫിനോൾ ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിനിൽ ഇമേഴ്സ് ചെയ്ത് വയ്ക്കും. അത് ഒന്നേ ഫുള്ളായിട്ട് ഇമേഴ്സ് ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ കുറച്ച് പകുതിയായിട്ട് ഇമേഴ്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതാണ് ഇംബ്രഗ് ടിമ്പർ അല്ലെങ്കിൽ കോംബ്രഗ് ടിമ്പർ. ദെൻ ഇതിനെ ക്യൂറിങ് ചെയ്യണം. ടെമ്പറേച്ചറിലാണ് ക്യൂറിങ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇംബർഗ് ടിമ്പർ. ഓക്കെ, ഇംബർഗ് ടിമ്പറിനെ ക്യൂറിങ് ചെയ്യുന്നത് ടെമ്പറേച്ചറിലാണ്. ഓക്കെ, ഇംബർഗ് ടിമ്പറിനെ ക്യൂറിങ് ചെയ്യുന്നത് ടെമ്പറേച്ചറിലാണ്. അതിന് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 150 to 160 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 150 to 160 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇംബർഗ് ടിമ്പറിനെ ക്യൂറിങ് ചെയ്യുന്ന ടെമ്പറേച്ചർ. ഓക്കെ, 150 to 160 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ പ്രഷറിലാണ് ക്യൂറിങ് ചെയ്യുന്നതെങ്കിൽ പ്രഷറിലാണ് നമ്മൾ കോംബർഗ് ടിമ്പറിനെ ക്യൂറിങ് ചെയ്യുന്നത് പ്രഷറിലാണ്. ഓക്കെ, സോ ഈ കോംബർഗ് ടിമ്പർ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ്ങും ഡ്യൂറബിളും ആയിരിക്കും. ഈ കോംബർഗ് ടിമ്പറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പഠിക്കണം. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.3 to 1.35 ആണ്. ഓക്കെ, കോംബർഗ് ടിമ്പറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.3 to 1.35. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇംബ്രഗ് ടിമ്പർ ആൻഡ് കോംബ്രഗ് ടിമ്പർ എന്ന് പറഞ്ഞാൽ ഈ ടിമ്പർ പീസസിനെ ഫിനോർ ഫോർമാൽഡിഹൈഡ് റെസിനിൽ ഇമേഴ്സ് ചെയ്ത് വയ്ക്കും. ഒന്നേ ഫുള്ളായിട്ട് വയ്ക്കും, അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം ഇമേഴ്സ് ചെയ്ത് വയ്ക്കും. ദെൻ ഇതിനെ ക്യൂറിങ് ചെയ്യും. ദെൻ ടെമ്പറേച്ചറിലാണ് ക്യൂറിങ് ചെയ്യുന്നതെങ്കിൽ ഇംബ്രഗ് ടിമ്പറിനെ ടെമ്പറേച്ചറിലാണ് ക്യൂറിങ് ചെയ്യുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 150 to 160 ഡിഗ്രി സെൽഷ്യസ്. ദെൻ
കോമ്പാക്ട് ടിമ്പറിനെ പ്രഷറിലാണ് ക്യൂറിങ് ചെയ്യുന്നത്. സോ ഇത് ഭയങ്കര സ്ട്രോങ് ഡ്യൂറബിളും ആയിരിക്കും. ഇനി അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ പഠിക്കും. ഏതിൻ്റെ കോമ്പാക്ട് ടിമ്പറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.3 to 1.35 ആണ്. ഓക്കെ, 1.3 to 1.35 ആണ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ദെൻ ഈ കോമ്പാക്ട് ടിമ്പറിൻ്റെ ഇംപ്രഗ്ഡ് ടിമ്പറിൻ്റെ കുറച്ച് ട്രേഡ് നെയിം പഠിക്കണം. ഓക്കെ, ട്രേഡ് നെയിംസ് ഓഫ് ഇംപ്രഗ്ഡ് ടിമ്പറാണ്. അതിന് വേറെ ഒന്നുള്ള സിമ്പിളാണ്. സൺഗ്ലാസ്, സൺമൈക്ക, ഫോർമേക്ക. ഓക്കെ, ഏതൊക്കെയാണ്? സൺഗ്ലാസ്, സൺമൈക്ക, ഫോർമേക്ക. ദെൻ അടുത്ത് നോക്കേണ്ടതാണ് ഫൈബർ ബോർഡ്. ഫൈബർ ബോർഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഈ വുഡിൻ്റെ ഡസ്റ്റൊക്കെ അല്ലേ, വുഡ് ഡസ്റ്റ്, അത് വെജിറ്റബിൾ ഫൈബർ, ഇതിനെയൊക്കെ ഹൈലി പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ബോർഡിനെയാണ് ഫൈബർ ബോർഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത് 3 to 12 mm. ഓക്കെ, 3 to 12 mm ആണ് ഫൈബർ ബോർഡിൻ്റെ തിക്നെസ്. ഓക്കെ, ഫൈബർ ബോർഡ് എന്ന് പറഞ്ഞാൽ വുഡ് ഡസ്റ്റിനെയൊക്കെ പ്രസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ബോർഡിനെയാണ് ഫൈബർ ബോർഡ് എന്ന് പറയുന്നത്. തിക്നെസ് എന്ന് പറയുന്നത് 3 mm to 12 mm. ഓക്കെ, ഇത് 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഫൈബർ ബോർഡ് 2 ടൈപ്സ് ഉണ്ട്. മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ്, മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്നും ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്നും. ഓക്കെ, MDF, HDF. ഓക്കെ, MDF മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ്, HDF എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ഫൈബർ ബോർഡ്. ഇതിനും ട്രേഡ് നെയിം ഉണ്ട്. ഓക്കെ, ഫൈബർ ബോർഡിന് ട്രേഡ് നെയിം ഉണ്ട്. യുറേക്ക, ഇന്ത്യാനൈറ്റ്, മാസോനൈറ്റ്. ഓക്കെ, യുറേക്ക, ഇന്ത്യാനൈറ്റ്, മാസോനൈറ്റ് ആണ് അതിൻ്റെ ട്രേഡ് നെയിം. ഓക്കെ, ദെൻ അടുത്ത് നോക്കാനുള്ളതാണ് ഹാർഡ് ബോർഡ്. ഹാർഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി പ്രസ്ഡ് വുഡ് ആയിരിക്കും. ഓക്കെ, ഹാർഡ്ലി പ്രസ്ഡ് വുഡ് ആയിരിക്കും ഹാർഡ് ബോർഡ് എന്ന് പറയുന്നത്. ഇത് കോമ്പാക്ട് ചെയ്ത് സ്ട്രോങ്, കോമ്പാക്ട്, ഡ്യൂറബിൾ ഒക്കെ ആയിരിക്കും. ഓക്കെ, ഹാർഡ് ബോർഡ് എന്ന് പറയുന്നത് ഹാർഡ്ലി പ്രസ്ഡ് വുഡാണ്. ഓക്കെ, ഹാർഡ്ലി പ്രസ്ഡ് വുഡിനെയാണ് ഹാർഡ് ബോർഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ലാമിനേറ്റഡ് ബോർഡ്. ലാമിനേറ്റഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഓക്കെ, ലാമിനേറ്റഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, പക്ഷേ അത് നല്ല സ്ട്രോങ് ആയിരിക്കും. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, പക്ഷേ അത് സ്ട്രോങ് ആയിരിക്കും. അത് നമുക്ക് പെട്ടെന്നൊന്നും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ലാമിനേറ്റഡ് ബോർഡിനെ നമുക്ക് ഡു നോട്ട് സ്പ്ലിറ്റ് ഈസിലി. ഓക്കെ, നമുക്ക് പെട്ടെന്നൊന്നും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ലാമിനേറ്റഡ് ബോർഡ്. അത് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? വാൾസ്, സീലിംഗ്, പാക്കിംഗ്, കേസസ്, അവിടെയൊക്കെയാണ് ഈ ലാമിനേറ്റഡ് ബോർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹാർഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി പ്രസ്ഡ് വുഡിനെയാണ് ഹാർഡ് ബോർഡ് എന്ന് പറയുന്നത്. ലാമിനേറ്റഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് വെയിറ്റ് ആയിരിക്കും, പക്ഷേ അത് നല്ല സ്ട്രോങ് ആയിരിക്കും. നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കത്തില്ല. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യാൻ പാടായിരിക്കും. അതാണ് ലാമിനേറ്റഡ് ബോർഡ്. ദെൻ അടുത്തതാണ് ബ്ലോക്ക് ബോർഡ്. ബ്ലോക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ റെയിൽവേ ഗാരേജ്, ബസ്സിൻ്റെ ബോഡീസൊക്കെ നിർമ്മിക്കാനായിട്ട് നമ്മൾ ബ്ലോക്ക് ബോർഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് ഷുഡ് നോട്ട് എക്സീഡ് 25 mm. ഓക്കെ, ബ്ലോക്ക് ബോർഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ്. ഓക്കെ, ഷുഡ് നോട്ട് എക്സീഡ് 25 mm ആണ്. ഓക്കെ, ബ്ലോക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് റെയിൽവേ ഗാരേജസും ബസ്സിൻ്റെ ബോഡീസൊക്കെ നിർമ്മിക്കാനാണ് നമ്മൾ ബ്ലോക്ക് ബോർഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ് 25 mm. ഓക്കെ, ഷുഡ് നോട്ട് എക്സീഡ് 25 mm. ഓക്കെ, ദെൻ അത്രയാണ് നമുക്ക് അവിടെയുള്ളത്. ദെൻ വെയിറ്റ് ഓഫ് ടിമ്പർ, കുറച്ച് ടിമ്പറിൻ്റെ വെയിറ്റാണ് നമുക്ക് നോക്കേണ്ടത്. സാൻഡിലിൻ്റെ വെയിറ്റ് വരുന്നത് 9300 N/m³. ഓക്കെ, N/m³ ആണ്. ആൻഡ് ദെൻ റോസ് വുഡ് ആണെങ്കിൽ 7900 N/m³ ആണ്. ദെൻ മഹാഗണി 7200 N/m³ ആണ്. ദെൻ ടേക്ക് ആണെങ്കിൽ 6250 N/m³ ആണ്. ദെൻ ബെൻഡേക്ക് ആണെങ്കിൽ 6750 N/m³ ആണ്. ഓക്കെ, അതോടൊപ്പം നോക്കി വെച്ചിരിക്കുക. ദെൻ അടുത്ത് നമുക്ക് കുറച്ച് IS കോഡ് നോക്കണം. ഓക്കെ, IS കോഡാണ്. ഓക്കെ, IS കോഡാണ് നോക്കേണ്ടത്. ആദ്യത്തെ IS കോഡ് വരുന്നത് IS 399 1963. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏതാണത്? ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്സ്യൽ ടിമ്പർ ആൻഡ് ദെയർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. IS 399 1963, ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്സ്യൽ ടിമ്പർ ആൻഡ് ദെയർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ അടുത്തത് IS 401 2001. IS 401 2001 അത് പ്രിസർവേഷൻ ഓഫ് ടിമ്പറാണ്. ഓക്കെ, പ്രിസർവേഷൻ ഓഫ് ടിമ്പറാണ്. ദെൻ IS 1141 1141 IS 1141 1958, ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ ഫോർ സീസണിങ് പർപ്പസ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ ഫോർ സീസണിങ് പർപ്പസിൻ്റെ IS കോഡാണ് IS 1141. ദെൻ IS 287 1993. IS 287 വരുന്നത് പെർമിസിബിൾ മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ ടിമ്പർ. ടിമ്പറിലെ പെർമിസിബിൾ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ IS കോഡാണ് IS 287.
ദെൻ അടുത്തത് IS 883 IS 883 1994 വരുന്നത് ഡിസൈൻ ഓഫ് സ്ട്രക്ചറൽ ടിമ്പർ ഇൻ ബിൽഡിംഗ്. ഓക്കെ, ഡിസൈൻ ഓഫ് സ്ട്രക്ചറൽ ടിമ്പർ ഇൻ ബിൽഡിംഗ് ആണ് IS 883. ദെൻ അടുത്തത് IS 3629 വരുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് സ്ട്രക്ചറൽ ടിമ്പർ ഇൻ ബിൽഡിംഗ്. ഓക്കെ, സ്പെസിഫിക്കേഷൻ ഓഫ് സ്ട്രക്ചറൽ ടിമ്പർ ഇൻ ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് IS കോഡ് വരുന്നത്. ഇത്രയാണ് ടിമ്പർ എന്ന ചാപ്റ്റർ. ഇതോടെ ടിമ്പർ എന്ന ചാപ്റ്റർ തീർന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.